ഏ ഇതാര് ചാരു? ഇവളെന്താ ഈ സമയം വിളിക്കുന്നത്? എന്തായാലും ഫോണൊന്ന് എടുത്തു നോക്കാം. ഹലോ, എന്താ ചാരു? ഹലോ, എന്താണോ താനൊന്നും മിണ്ടാത്തെ? അത് പിന്നെ ഹലോ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. നീ എന്തോന്നും മിണ്ടാതിരിക്കുന്നേ? അത് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എടോ, കാര്യം പറയാനാ തന്നെ ഫോണിൽ വിളിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അത് എന്താന്ന് പറയടോ. അത് പിന്നെ ഏട്ടൻ എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞത്? എങ്ങനെ പറഞ്ഞെന്ന്? ഏട്ടൻ എന്നോട് പറഞ്ഞില്ലേ എന്നെ ഇഷ്ടായിരുന്നൂന്ന്? പറഞ്ഞു. എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞു. അതിനെന്താടോ? ഏട്ടൻ എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞത്? എന്റെ ഉറക്കം പോക്കാനായിട്ട്. ഉറക്കം പോക്കാനോ? ഉറക്കം പോകാൻ മാത്രം ഞാൻ എന്താ പറഞ്ഞത്? തന്റെ മാരേജ് ഓൾറെഡി ഫിക്സ് അല്ലേ? പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അതൊന്നും ഏട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചാരു, നിനക്കിത് എന്ത് പറ്റി? എന്നാ ശരി, ഞാൻ ഫോൺ വെക്കാം. അയ്യേ, ഇവക്കിത് എന്ത് പറ്റി? ഈശ്വര, ഇവളത് വലിയ സീനാക്കോ? എന്റെ ദേവി, അമ്മയോടൊന്ന് പറയാതിരുന്നാ മതിയായിരുന്നു. ഷേ, മനസ്സിലെ ഫീലിങ്സ് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ പറ്റിയില്ല. പറഞ്ഞു പോയി ഞാൻ. ദൈവമേ, ഇതൊന്നും ഒരു പ്രശ്നമാവല്ലേ. ഏതായാലും വേണ്ടില്ല, ചാരുവിനെ മനസ്സിന്ന് കളയണം. നാളെ തന്നെ അമ്മ പറഞ്ഞ ആ പെണ്ണിനെ കാണാൻ പോണം. കൊതിച്ചത് കിട്ടില്ല, വിധിച്ചതേ കിട്ടൂ. എടോ, താനെന്തിനാ എന്നെ അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞേ? എന്താടോ, താൻ നന്നായി കിടക്കുന്നുണ്ടല്ലോ. അത് ഞാൻ ഓടി വന്നേന്റേതാ. തനിക്ക് എന്താടോ പറ്റിയേ? ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കൊന്നും പറ്റിയിട്ടില്ല. എന്താടോ താൻ അർജന്റായിട്ട് എന്നെ കാണുന്നു പറഞ്ഞേ? ഏട്ടൻ ഇന്ന് രാവിലെ ആ പെണ്ണിനെ പോയി കണ്ടോ? കണ്ടു. എന്നിട്ട് ഏട്ടൻ ഇഷ്ടായോ? അങ്ങനെ ചോദിച്ചാ എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടായി, പ്രിയക്കും ഇഷ്ടായി. അപ്പൊ പിന്നെ അപ്പൊ ഏട്ടനും ഇഷ്ടായില്ലേ? കൊതിച്ചത് ഏതായാലും എനിക്ക് കിട്ടിയില്ലല്ലോ. ഇനി വിധിച്ചത് ഏതാ അത് നടക്കട്ടെ. ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അത് പിന്നെ സന്ദീപേട്ടൻ വീണ്ടും പണം ചോദിച്ച് ബഹളം ഉണ്ടാക്കി. തനിക്ക് അവനോടെ മുടിഞ്ഞ ലവ് ആയത് കൊണ്ട് മാത്രം ഞാൻ അവനെ വെറുതെ വിട്ടത്. അവൻ വീണ്ടും പൈസ ചോദിച്ചു വന്നോ? വീണ്ടും പൈസ ചോദിച്ചു വന്നു. എന്നെ ഒത്തിരി അടിച്ചു. ഏത് വകയില് അവൻ വീണ്ടും വന്ന് പൈസ ചോദിച്ചത്? കുറച്ചും കൂടി പൈസ വേണമെന്ന് പറഞ്ഞു. അവനൊക്കെ ഉണ്ടല്ലോ പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത്. പിന്നെ ഞാനൊരു കാര്യം അറിഞ്ഞു. അത് സത്യമാണെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്ത് കാര്യം? താൻ ചോദിക്കേ. ഏട്ടൻ സന്ദീപേട്ടൻ ആദ്യം പൈസ കൊടുത്തിരുന്നോ? ഞാൻ ആദ്യം ആ പ്രശ്നം സോൾവ് ആക്കിയത് അങ്ങനെയായിരുന്നു. ഓ, അപ്പൊ എന്നോട് പറയാ വീണ്ടും ഏട്ടനോട് തന്നെ വന്ന് ചോദിക്കാൻ പൈസ. നാണുണ്ടോ അവന്? ഏട്ടാ, എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. എന്താടോ? എനിക്ക് ഈ വിവാഹത്തോട് താല്പര്യമേ ഇല്ല. എന്ത്? താൻ ഇങ്ങനെയൊന്നല്ലോ ആദ്യം എന്നോട് പറഞ്ഞത്. അത് പിന്നെ എന്താടോ തന്റെ മനസ്സിലുള്ളതൊന്ന് തുറന്നു പറ. ആദ്യം സന്ദീപേട്ടൻ നല്ല സ്നേഹം തന്നെയായിരുന്നു, എനിക്ക് ഇഷ്ടം തന്നെയായിരുന്നു. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ട് ഇപ്പൊ എന്റെ മനസ്സിലൊരു തോന്നൽ, അവരെന്നെയല്ല സ്നേഹിക്കുന്നത്, എന്റെ പണത്തിനെയാണെന്ന്. ഭാഗ്യം, തനിക്ക് ഇപ്പോഴെങ്കിലും ഈ ബോധം ഉണ്ടായല്ലോ. എന്നിട്ട് എന്താ തന്നെ തീരുമാനം? അത് എങ്ങനെയാ പറയാ? എന്താടോ താൻ ഇങ്ങനെ നാണിക്കുന്നു? ഏട്ടാ, ഞാനൊരു സത്യം പറഞ്ഞോട്ടെ? പറ. എന്താ? എനിക്ക് എന്താടോ ഒന്ന് പറയടോ. ഞാൻ സത്യത്തിൽ ഏട്ടനെ ഒത്തിരി സ്നേഹിച്ചിരുന്നു പണ്ട് മുതലേ. എന്ത്? താൻ എന്തീ പറഞ്ഞേ? അതെ, സീരിയസ്, റിയലി, ഐ ലവ് യു. എന്ത്? അതെ ഏട്ടാ, എനിക്ക് പണ്ട് മുതലേ ഏട്ടനോട് ആരാധനയായിരുന്നു. അത് പിന്നെ പ്രേമായി. എന്തുകൊണ്ട് താൻ എന്നോട് ഇതുവരെ ഓപ്പണായി പറഞ്ഞില്ല? ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഏട്ടൻ എന്നെയും സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്ന്. അപ്പോ സത്യം പറഞ്ഞാ നമ്മൾ രണ്ടുപേരും ഒരേ വഞ്ചിയിൽ സഞ്ചരിച്ചവരാ. നമ്മളപ്പോ ഒരേ റൂട്ടിലേക്ക് തന്നെ ആണെന്നുള്ളത് തിരിച്ചറിയാൻ കുറച്ച് വൈകിപ്പോയി അല്ലേടോ? അതെ. അപ്പൊ താൻ പറഞ്ഞു വരുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ നീ എന്നെയും സ്നേഹിച്ചിരുന്നൂന്ന്? അതെ. അപ്പോ ഇപ്പോഴും താൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? യെസ്. ഇന്നലെ രാത്രി ഏട്ടൻ വിളിച്ചില്ലേ, അപ്പം മുതല് എന്റെ മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധം. ഏട്ടനും എന്നെ ഇഷ്ടാണ്, എനിക്കും ഏട്ടനെ ഇഷ്ടാണ്. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ അതിന് അനുവദിച്ചില്ല. അതെ, അത് തന്നെയാണ് സത്യം. അപ്പൊ പിന്നെ നമുക്ക് തന്നെ വിവാഹം കഴിച്ചൂടെ? അത് വേണോ? ഓ, എനിക്ക് മനസ്സിലാവും ഏട്ടാ. സാരില്ല, ഇന്ന് ഏട്ടൻ ആ പെണ്ണിനെ വാക്ക് കൊടുത്ത് വന്നതാലേ. ആര് വാക്ക് കൊടുത്തു? ഏട്ടനല്ലേ പറഞ്ഞത് പെണ്ണ് കാണാൻ പോയിന്ന്, പെണ്ണിനെ ഇഷ്ടായിന്നു. അമ്പട പുളിസു, ഞാൻ പോയിട്ടൊന്നുമില്ല. സത്യം? ആടോ സത്യം. ശരിക്കും പോണെന്ന് തന്നെ വിചാരിച്ചേ. പിന്നെ ഇന്നലെ തന്റെ കോളും തന്റെ സംസാരമൊക്കെ കേട്ടപ്പോ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അതുകൊണ്ട് ഞാൻ പോയില്ല. ശരിക്കും? ആടോ ശരിക്കും. ഹലോ കൂട്ടുകാരി,
ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ ആയ ഫിസിയുടെ ബർത്ത്ഡേ ആണ്. എല്ലാ കൂട്ടുകാരും നമ്മുടെ ഫിസി ഒന്ന് വിഷ് ചെയ്തേക്കണേ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഫിസ. ഹലോ കൂട്ടുകാരി, എന്റെ കൂട്ടുകാരോട് പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. കൂട്ടുകാരുടെ ആരുടെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ ബർത്ത്ഡേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് അടിയിൽ എഴുതണേ. എങ്കിലേ എനിക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ എന്താ പേര് എന്നുള്ളത്. ഓക്കെ, വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോയേക്കല്ലേ കൂട്ടുകാരി. ബൈ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലവ് യു ഓൾ.